ഹായ് ഓൾ. കുറച്ച് നേരം കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്തു അല്ലെ കുറച്ച് നേരം ഡ്രൈവൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കഴുത്തിൽ നിന്ന് നമ്മുടെ ഈ അപ്പർ ബാക്കിലേക്കും കൈയിലേക്കുമൊക്കെ വേദന അനുഭവപ്പെടാറുണ്ടോ? മസിലിനൊരു ടൈറ്റ്നസ് തോന്നുന്നുണ്ടോ? മസിൽ സ്ട്രെയിൻ ആയതുപോലെ തോന്നാറുണ്ടോ? ചിലപ്പോൾ ആ വേദന കൂടിയിട്ട് നമുക്ക് തലവേദന എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഓവർ യൂസ് മൂലമോ പ്രൊലോങ്ഡ് ആയിട്ടുള്ള പുവർ പോസ്ചർ മൂലമോ ട്രപ്പീസിയസ് മസിലുണ്ടാകുന്ന സ്ട്രെയിന് അതിനെ എങ്ങനെ പരിഹരിക്കാം? ആ വേദന എങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? എന്ത് സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്താൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാം? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഡെയിലി ലൈഫിൽ പല ആക്ടിവിറ്റീസിലും ഈ മസിൽ വളരെയധികം ഉപയോഗപ്പെടുത്താറുണ്ട്. അതനുസരിച്ച് ഇതിന് സ്ട്രെയിൻ ഉണ്ടാകാറുണ്ട്. അതായത് കമ്പ്യൂട്ടർ വർക്ക് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് ചെയ്യുക, ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഹെവി ബാഗ് ക്യാരി ചെയ്യുക, വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സർസൈസ് ചെയ്യുമ്പോഴും റോവിങ്, സ്വിമ്മിങ്, പ്രത്യേകിച്ചും ഫ്രീ സ്റ്റൈൽ സ്ട്രോക്സ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ മസിൽ സ്ട്രെയിൻ ആകാറുണ്ട്. ഗാർഡനിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വലിയ കുഴി എടുക്കാനായിട്ട് കുഴിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും, പിന്നെ ചെടികൾ വലിയ ഹെവി പ്ലാന്റ്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വേദന ഉണ്ടാകാറുണ്ട്. ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നവർക്ക് ഈ ട്രപ്പീസിയസ് മസിലിന് സ്ട്രെയിൻ ഉണ്ടാകാറുണ്ട്. പ്രൊലോങ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, ആ സമയത്തും ഇതുപോലെയുള്ള സ്ട്രെയിൻ ഉണ്ടാകാറുണ്ട്. വളരെ ബ്രോഡായിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള നമ്മുടെ സെർവിക്കൽ ഏരിയ മുതൽ തുറാസിക് ഏരിയ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ മസിലാണ് ഈ ട്രപ്പീസിയസ് മസിലിന്. ഇതിന് അപ്പർ, മിഡിൽ, ലോവർ ഫൈബേഴ്സ് ഉണ്ട്. ഈ മസിലിന് വേദന ഉണ്ടാകുന്നതിൻ്റെ ചില കാരണങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ജോലി സംബന്ധമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ അധികം നേരം ഇരിക്കുന്നത്, നമ്മുടെ പുവർ പോസ്ചർ, അധികം നേരം ഡ്രൈവ് ചെയ്യുന്നത്, ഹെവി ലിഫ്റ്റിങ്, പിന്നെ ബാഗൊക്കെ കുറേ നേരം ക്യാരി ചെയ്യുന്നത്, അങ്ങനെയുള്ള മസിൽ റിലേറ്റഡ് കോസസ് പറഞ്ഞു. ഇതുകൂടാതെ അമിതമായിട്ട് സ്ട്രെസ് ഉള്ളവർക്ക്, ടെൻഷൻ ഉള്ളവർക്ക് മസിലിൽ ടൈറ്റ്നസ് ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മൾ കിടക്കുന്ന പോസ്ചർ ശരിയല്ലെങ്കിൽ, അത് അൺകംഫോർട്ടബിൾ പൊസിഷനൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള പെയിൻ ഉണ്ടാകാറുണ്ട്. സെഡൻഡറി ലൈഫ് സ്റ്റൈല്, ഒട്ടും തന്നെ എക്സർസൈസ് ഇല്ലാതിരിക്കുക, അങ്ങനെ വീക്ക് മസിൽസ് ഉണ്ടാകുന്നതും ഇതിന് കാരണമാകാറുണ്ട്. ഇതുകൂടാതെ ചില മെഡിക്കൽ കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ വിപ്ലാഷ് ഇഞ്ചുറി, ഫൈബ്രോമയാൽജിയ, ടെൻഡിനൈറ്റിസ്, അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ടെൻഡൻസ്, ഇതൊക്കെ ഈ ട്രപ്പീസിയസ് പെയിന് ഉണ്ടാക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ മസിലിന് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകാം. പെട്ടെന്ന് നമ്മൾ ടേൺ ചെയ്യുകയോ സഡൻ ആയിട്ടുള്ള ജെർക്കി മൂവ്മെൻറ്റോ, അങ്ങനെയും ചിലപ്പോൾ സ്ട്രെയിൻ ഉണ്ടാകാറുണ്ട്. ഇനി ഈ മസിലിനൊരു സ്ട്രെയിൻ ഉണ്ടായെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പെയിൻ ഓർ ടെൻഡർനെസ്, അതായത് ഈ മസിൽ നമ്മൾ പിടിച്ചു നോക്കുമ്പോഴത്തേക്കും പെയിൻ ഉണ്ടാകാം, ടെൻഡർനെസ് ഉണ്ടാകാം. ആ പെയിൻ ചിലപ്പോൾ കഴുത്തിലും ഷോൾഡറിലും കയ്യിലോട്ടും ഉണ്ടാകാം. സ്റ്റിഫ്നെസ്, ഷോൾഡറിൻ്റെയോ നെക്കിൻ്റെയോ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന റേഞ്ച് ഓഫ് മോഷൻ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ചലിപ്പിക്കാൻ കഴിയാതെ വരിക, മസിൽ സ്പാസം ഉണ്ടാകാം. പിന്നെ ചിലപ്പോൾ ഈ മസിലിന് വളരെ ഒരു തളർച്ച, ഒരു ക്ഷീണം, ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം. ചില സന്ദർഭങ്ങളിൽ സെൻസറി ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ചിലപ്പോൾ കയ്യിലേക്കൊക്കെ ഒരു നംനെസ്, ടിംഗ്ലിങ്, ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടാം. നെക്ക് പെയിൻ ഉണ്ടാകാം. കഴുത്തിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റിഫായിട്ട് അനുഭവപ്പെടാം. ചില സന്ദർഭങ്ങളിൽ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഹെഡേക്ക്, ഈ ടെൻഷൻ ഹെഡേക്ക് ഉണ്ടാകാനുള്ള ചാൻസ്, ഈ മസിൽ ടൈറ്റായിട്ടിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഹെഡേക്ക് ഉണ്ടാകാം. ഡിസിനെസ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹെഡ്നെസ് ഉണ്ടാകാം. അതൊക്കെ വേരിയിങ് സിംറ്റംസ് ആയിട്ട് ഉണ്ടാകാം. ട്രപ്പീസിയസ് പെയിനോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ട്രിഗർ പോയിൻറ്റ്സ്. ട്രിഗർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഇറിറ്റബിൾ ആയിട്ടുള്ള മസിൽ ടിഷ്യൂ ആണ്. അത് പെയിനെ ഉണ്ടാക്കും, സ്റ്റിഫ്നെസ്സിനെ ഉണ്ടാക്കും, ലിമിറ്റഡ് റേഞ്ച് ഓഫ് മോഷനും ഉണ്ടാക്കും. നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ചെറിയ നോഡ്യൂളോ അല്ലെ മസിൽ നോട്ട്സ് ആയിട്ട് അത് അനുഭവപ്പെടും. റെഫറൽ പാറ്റേൺ ഉണ്ടാകും. പലപ്പോഴും ഈ ട്രിഗർ പോയിൻറ്റ്സ് മസിൽ വീക്ക്നെസ്സോ ഫെറ്റീഗോ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ട്രിഗർ പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് പലപ്പോഴും തലവേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇങ്ങനെ ട്രപ്പീസിയസ് മസിലിന് പെയിൻ ഉണ്ടായി അല്ലെങ്കിൽ ട്രിഗർ പോയിൻറ്റ്സ് ഉണ്ടായി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. പലതരത്തിലുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാനുവൽ തെറാപ്പി. മാനുവൽ തെറാപ്പി ടെക്നിക്ക്, പ്രത്യേകിച്ചും ട്രിഗർ പോയിൻറ്റിന് വേണ്ടിയുള്ള തെറാപ്പി വളരെ ഇഫക്റ്റീവാണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രിഗർ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ റിലീസ് ചെയ്യുന്ന പ്രത്യേക ടെക്നിക്കുണ്ട്. അത് ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവാണ്.
നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വേദന തിരിച്ചു വരാതിരിക്കാനായിട്ട് പലപ്പോഴും സ്ട്രെങ്തനിങ് എക്സർസൈസ്, റിലാക്സേഷൻ എക്സർസൈസ്, സ്ട്രെച്ചിങ് എക്സർസൈസ്, പോസ്ചർ കറക്ഷൻ എക്സർസൈസ്, ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രെച്ചിങ് എക്സർസൈസ്. സ്ട്രെച്ചിങ് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്തും. അതുകൊണ്ട് അത് തന്നെയല്ല, നമുക്കൊരു വേദന ഉണ്ടായി അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ വലിയ പതോളജി ഒന്നും ഇല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സർസൈസ് വളരെ ഇഫക്റ്റീവാണ്. അങ്ങനെ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ട്രെച്ചിങ് എക്സർസൈസ് പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് കിട്ടുകയും ചെയ്യും. അതൊന്നും മനസ്സിലാക്കാം. ഈ മസിലിന് അപ്പർ, മിഡിൽ, ലോവർ അങ്ങനെ 3ആയിട്ട് അതിൻ്റെ ഫൈബേഴ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പർ ട്രപ്പീസിയസിനെയാണ് നമ്മളിപ്പം സ്ട്രെച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ പൊസിഷനിൽ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ പൊസിഷനിൽ കാണുന്ന പോലെ നമ്മൾ ഇരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ റൈറ്റ് സൈഡ് മസിലാണ് സ്ട്രെച്ച് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ കഴുത്ത് നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നോട്ടം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ചെവി നമ്മുടെ ഷോൾഡറിൽ ടച്ച് ചെയ്യിക്കണം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ കഴുത്ത് ചിരിച്ചു കൊണ്ടുപോവുക. ഈ സ്ട്രെച്ച് ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുക. തിരിച്ച് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വരിക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും അതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 റെപ്പിറ്റീഷൻസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 10 റെപ്പിറ്റീഷൻസ് ചെയ്തു നമുക്ക് കുഴപ്പമൊന്നുമില്ല, മസിലൊക്കെ റിലാക്സ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ ആ 3-ാമത്തെ പിക്ചറിൽ കാണുന്ന പോലെ കൈ ഇങ്ങനെ പുറകിലേക്ക് കെട്ടി വെക്കുകയാണ്. അതിനുശേഷം ഈ സ്ട്രെച്ച് ഇതുപോലെ തന്നെ ഒരു 3 സെക്കൻഡ് ചെയ്ത് നോക്കുക. തിരിച്ച് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വരിക. എക്സർസൈസിൻ്റെ തുടക്കമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ 3 സെക്കൻഡ് ചെയ്യുന്നത്. അങ്ങനെ അത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ പ്രോഗ്രസ് ചെയ്യാവുള്ളൂ. അടുത്ത സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ, അത് നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ചെയ്യാം. പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ കൈ, അതായത് കൈപ്പത്തിയും ഫോറാമും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പിക്ചറിൽ ആരോ കാണുന്ന ഡയറക്ഷനിൽ നമ്മുടെ ഷോൾഡറും ഷോൾഡർ ബ്ലേഡും ഒക്കെ ഫോർവേഡ് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും, അപ്പർ ബാക്കിലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. അങ്ങനെ സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അതൊരു 3 to 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഈ സ്ട്രെച്ചിനെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഈ പതുക്കെ നമ്മുടെ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ പിക്ചറിൽ കാണുന്ന പോലെ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കൈ ഇങ്ങനെ മുന്നോട്ട് ഫോർവേഡ് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ സ്ട്രെച്ച് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താടി നമ്മുടെ ചെസ്റ്റിലോട്ട് കൊണ്ടുവരുന്ന പോലെ വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ കൈ ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ ഡിഫറെൻ്റ് ആംഗിളിൽ ചലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേദനയുള്ള ഭാഗം എവിടെയാണോ അവിടെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രെച്ച് ഫീൽ ചെയ്യാവുന്നതാണ്. 15 to 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതാണ് ഒരു സ്ട്രെച്ച്. അങ്ങനെ 3 to 5 ടൈംസ് ചെയ്യാം. ഇനി 4-ാമത്തെ സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം മുട്ടുകുത്തി നിൽക്കുക. അതിനുശേഷം കൈയും കുത്തുക. ആ പൊസിഷനിൽ പതുക്കെ നമ്മുടെ ഫീറ്റിലോട്ട് വന്ന് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ചെസ്റ്റ് കൊണ്ടുവന്ന് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഫ്ലോറിൽ മുട്ടുന്ന ഒരു പൊസിഷനിലേക്ക് വരിക. പിക്ചറിൽ കാണുന്ന പോലെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നല്ലപോലെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏത് സൈഡിലേക്കാണോ സ്ട്രെച്ച് ആവശ്യം, അതായത് ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിനാണ് നമ്മൾക്ക് വേദനയുള്ളത്, ആ സൈഡ് നമുക്ക് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പതുക്കെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നടക്കാൻ പോകുന്ന പോലെ കൈ ഇങ്ങനെ പതുക്കെ പതുക്കെ കുത്താൻ നോക്കുക. അപ്പോൾ നമുക്ക് ആ സൈഡിൽ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. അതൊരു 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. കംഫോർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റേ സൈഡിന് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ മറ്റേ സൈഡും കൂടി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഏത് സ്ട്രെച്ച് ആണെങ്കിലും ഒരു 15 to 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 3 to 5 ടൈംസ് ചെയ്യാവുന്നതാണ്.